സോ നിങ്ങൾക്ക് ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസ് ഇതെല്ലാം വാങ്ങണം, അതിനൊരു ഇൻസ്റ്റൻറ്റ് ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റൻറ്റ് EMI ഓപ്ഷനാണ് ബജാജിൻ്റെ ഫിൻസർവ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് EMI കാർഡ്. ഇതിന് നിരവധി അഡ്വാൻറ്റേജുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 0 ആനുവൽ ഫീ, അതോടൊപ്പം നോ ഹിഡൻ ചാർജസ്. ഇത് നിങ്ങൾക്ക് ഫിസിക്കലി അല്ല, വെർച്വലി ആക്സസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് വിത്തിൻ ദ കംഫർട്ട് ഓഫ് യുവർ ഹോം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ആക്സസ് ചെയ്താൽ മതി. 2 ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണ്. നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, അതോടൊപ്പം ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് ലഭിക്കുമെന്നുള്ളത് ഇൻസ്റ്റൻ്റ്ലി അറിയാൻ സാധിക്കും. ഇതുപോലുള്ള ഹൈ എമൗണ്ടുകൾ അപ്രൂവലായിട്ട് ലഭിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അതിൻ്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ബജാജ് അതിനൊരു സ്പെസിഫിക് പാരാമീറ്റേഴ്സ് ഒന്നും വെച്ചിട്ടില്ല. ബജാജിൻ്റെ പോളിസി അനുസരിച്ച് 500 to 600 അല്ലെങ്കിൽ 700 ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് വളരെ എളുപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് EMI അപ്രൂവ് ആകുന്നതായിരിക്കും. ഈ കാർഡ് നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതൊന്നെങ്കിൽ ഒരു സാലറീഡ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ആകാം. സോ എനി മീൻസ് ഓഫ് ഇൻകം നമ്മൾ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. 2, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതോടൊപ്പം വയസ്സ് 21 മുകളിൽ പ്രായം ഉണ്ടായിരിക്കണം. അപ് ടു 62 വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് ടാപ്പ് ചെയ്യുക. അത് ത്രൂ ഡയറക്റ്റ് ബജാജിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം EMI കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ് ടു 3 lakhs വരെ ലോൺ അല്ലെങ്കിൽ EMI ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. സോ ഇവിടെ ഞാൻ ഫോൺ നമ്പർ സെലക്ട് ചെയ്തു. താഴെ ഗെറ്റ് നൗ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇത് എഗ്രി ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസും പോളിസി കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യുക. ആൻഡ് ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു OTP നമ്മളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. OTP എൻ്റർ ചെയ്ത് കഴിയുമ്പം ഇതുപോലത്തെ ഒരു പേജ് വരും. അതിൽ നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസും പോളിസിയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഗെറ്റ് EMI കാർഡിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അവിടെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക, ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ താഴെ നോ ഫിൽ ഡീറ്റെയിൽസ് മാനുവലി എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. ഇവിടെ ഫുൾ നെയിം, നമ്മുടെ ജെൻഡർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ളത് എൻ്റർ ചെയ്യുക. എന്നിട്ട് റെസിഡൻസ് കോഡ്, നമ്മളുടെ പിൻ കോഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റെസിഡൻസ് സിറ്റി അതിൽ വരുന്നതായിരിക്കും. ഫൈനലി ആ ഒരു കൺസെൻറ്റ് നമ്മൾ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം 2 lakhs ആണ് എനിക്ക് ബജാജിൻ്റെ ഇൻസ്റ്റൻറ്റ് EMI കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആക്സസബിൾ ആയത്. എന്നിട്ട് താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ്, ഇൻസ്റ്റൻറ്റ് EMIനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ കാർഡിൻ്റെ മറ്റ് അഡ്വാൻറ്റേജുകളെ പറ്റി പറയുമ്പോൾ, ഇത് ഇൻസ്റ്റോളിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് അപ് ടു 1000 rupees ക്യാഷ് ബാക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന 1.5 ലക്ഷത്തിലധികം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പാർട്ട്നേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം നമ്മളിത് കണ്ടിന്യൂ ടാപ്പ് ചെയ്യുക. ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP ഡിവൈസിലേക്ക് വരും. ഇനി KYC വെരിഫിക്കേഷൻ ആണ്. സോ KYC വെരിഫിക്കേഷൻ നമ്മൾ ഡിജി ലോക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. പാൻ കാർഡ് നമ്പറും ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡിജി ലോക്കർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഫയൽസ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കറണ്ട് അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇതാണ് കറണ്ട് അഡ്രസ്സ് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക, കൺഫേം അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ EMI കാർഡിൻ്റെ പേയ്മെൻറ്റ് പേജിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു കാർഡ് നമുക്ക് ആക്ടിവേറ്റ് ആകണം അല്ലെങ്കിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് നമുക്ക് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രോമോ കോഡ് കൊടുത്തിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പ്രോമോ കോഡുകൾ വ്യൂ ഓൾ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഓഫർ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രൈസ് റെഡ്യൂസ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. പേ നൗ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് ഇതിലും സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു കാർഡ് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ബജാജ് ഫിൻസർവ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യുക. ഇതിൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ വ്യൂ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ നമ്പർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ആക്സസ് ചെയ്യാം. ഇതിന് CVV നമ്പേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇതൊരു EMI കാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലെയല്ല. സോ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ഈ ഒരു കാർഡ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ ഇതിൻ്റെ ഓഫേഴ്സും അതോടൊപ്പം ഈ ഒരു കാർഡ് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് പർച്ചേസുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിബിൽ സ്കോർ. നമുക്ക് അതിന് പ്രത്യേക ലിമിറ്റേഷനോ അല്ലെങ്കിൽ പ്രത്യേക ലിമിറ്റോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ബജാജ് കൊടുത്തിട്ടുള്ള പോളിസി അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി.